നാം എങ്ങനെയാണ് നമ്മുടെ കൂട്ടുകാരോട് പെരുമാറുന്നത്, അള്ളാഹു അങ്ങനെയാണ് നമ്മളോട് പെരുമാറുക എന്നർത്ഥം. മറ്റുള്ളവരോട്, സഹജീവികളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞു, മൻ അഖല ബിറജുലിൻ മുസ്ലിമിൻ അഖലതൻ. ആരെങ്കിലും ഒരു മുസ്ലിമിനെ ഉപയോഗിച്ച് എന്തെങ്കിലും സാമ്പത്തികമായ വരുമാനം ഉണ്ടാക്കിയാൽ, ഒരു മുസ്ലിമിനെ ഉപയോഗപ്പെടുത്തി ഒരാൾ എന്തെങ്കിലും തിന്നാലെന്നാണ് റസൂലിന്റെ വചനത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റിച്ചോ അല്ലെങ്കിൽ ഒരാളെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടോ പ്രയാസപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ അഭിമാനം ക്ഷതം വരുത്തിയിട്ടോ ആ വക എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു മുസ്ലിമിന്റെ മനസ്സിനെ വ്രണപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ അപകടപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അയാളെ പറ്റിച്ചിട്ട് തന്നെ എന്തെങ്കിലും ഒരു സാമ്പത്തിക വരുമാനം നമുക്കുണ്ടായി എന്ന് വിചാരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹു തആല അവന് നരകത്തിൽ നിന്നും ഉള്ള ഭക്ഷണമാണ് അതിന്റെ പകരമായി നൽകാൻ പോകുന്നത് എന്നാണ്. ആരെങ്കിലും ഇങ്ങനെ മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടോ പറ്റിച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് കുടിച്ചാൽ നരകത്തിന്റെ പാനീയമാണ് അവന് കുടിക്കേണ്ടി വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലൂടെ ആരെങ്കിലും ഒരു വസ്ത്രം വാങ്ങി ധരിച്ചാൽ, ഈ നിലയിൽ കൂടി ഉണ്ടാക്കിയ പൈസ കൊണ്ട് വസ്ത്രം വാങ്ങി ധരിച്ചാൽ നരകത്തിന്റെ വസ്ത്രമാണ് അവന് ധരിക്കേണ്ടി വരിക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പൊ എങ്ങനെയാണ് നാം നമ്മുടെ സഹജീവികളോട് പെരുമാറുന്നത്? അള്ളാഹു അങ്ങനെ നമ്മളോട് പെരുമാറും എന്നർത്ഥം. മൻ ളാറ അളറഹുല്ലാഹ്. ആരെങ്കിലും മനുഷ്യരെ ഇടങ്ങേറാക്കിയാൽ, ഉപദ്രവിച്ചാൽ അള്ളാഹു അവനും പ്രയാസങ്ങളും ദുരിതങ്ങളും നൽകും. വമൻ ഷാഖ ഷാഖഹുല്ലാഹ്. ആരെങ്കിലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രയാസങ്ങൾ അവനും അനുഭവിക്കേണ്ടതായിട്ട് വരും. മറ്റൊരു വചനത്തിൽ നമുക്കിങ്ങനെ കാണാം, ലാ ളററ വലാ ളിറാറ. ഉപദ്രവിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ അല്ലാഹു തആല അവനും അതേ പ്രയാസം അല്ലെങ്കിൽ സമാനമായ പ്രയാസങ്ങളും ദുരിതങ്ങളും നൽകും എന്നാണ് ആ വചനത്തിന്റെയും അർത്ഥം. മറ്റൊരു വചനത്തിൽ നമുക്കിങ്ങനെ കാണാം, മൻ വലിയ മിൻ അംരിൻ നാസി ഷൈഅൻ ഫഹ്തജബ അൻ ഉലിൽ ളഅഫതി വൽ ഹാജതി. ആരെങ്കിലും സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു, ജനങ്ങളുടെ നേതാവായി, എന്നിട്ട് സാധാരണക്കാരൻ, പാവങ്ങള് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ വരുമ്പോ അവർക്ക് മുഖം കൊടുക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ അല്ലാഹു തആല അവനും ഖിയാമത്ത് നാളിൽ മുഖം കൊടുക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനപ്രതിനിധികളായിരിക്കും, സ്വാധീനമുള്ളവരായിരിക്കും, അവരെ കൊണ്ട് നാട്ടുകാർക്ക്, സാധുക്കൾക്ക് പലതും നടത്താനുണ്ടാവും. അങ്ങനെയുള്ള പാവങ്ങള്, സാധുക്കൾ ഇങ്ങനെയുള്ള നേതാക്കന്മാരെ കാണാൻ വേണ്ടി വരുമ്പോ അവര് മുഖം കൊടുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖിയാമത്തിന്റെ ദിവസത്തിൽ അല്ലാഹുവിന്റെ മുഖം അവന് കാണാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ജനങ്ങളോട് ഇയാൾ എങ്ങനെയാണ് പെരുമാറിയത്, സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും സാമൂഹികമായ വിഷയങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അതുപോലുള്ള അനുഭവം ഇവനും അനുഭവിക്കേണ്ടി വരും എന്നാണ് ആ വചനത്തിന്റെ താല്പര്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ അഖദ അംവാല الناس يريد അദാഅഹാ അദ്ദല്ലാഹു അൻഹു വമൻ അഖദ യുരീദു ഇത്ലാഫഹാ അത്ലഫഹു അല്ലാഹ്. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി എന്നിട്ട് അതിനെ വെറുതെ നശിപ്പിച്ചു കളയാനാണ് അയാളുടെ ഉദ്ദേശം. ആ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശമില്ല, കടം വാങ്ങിയതാണ്, തിരിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശമില്ല. അങ്ങനെയാണ് അയാള് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയതെങ്കിൽ ഇയാൾക്ക് ഒരു ഉപകാരവുമില്ലാതെ ആ സമ്പത്ത് നശിച്ചു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മറ്റുള്ളവരുടെ ധനം, സമ്പത്ത് വാങ്ങുമ്പോൾ, കടമായി വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് മാനുഷികമായ മര്യാദയാണ്. അങ്ങനെ ഒരു ഉദ്ദേശമേ അയാൾക്കില്ല.
അങ്ങനെയാണെങ്കിൽ അയാളുടെ ഒരു ഉപകാരത്തിലും പെടാതെ ആ സമ്പത്ത് പാഴായി പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുകയാണ്, തിരിച്ചു കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് വാങ്ങുന്നതെങ്കിൽ അല്ലാഹു തആല ആ കടം വീട്ടാൻ അവനെ സഹായിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വിവിധമായ കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം പൊതു താല്പര്യം, ആശയം എന്താണ്? നാം എങ്ങനെയാണോ നമ്മുടെ സഹജീവികളോട് പെരുമാറുന്നത്, അതേ പെരുമാറ്റം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ജനങ്ങളിൽ നിന്നും യാചിച്ച് കാശുണ്ടാക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു അവന് ദാരിദ്ര്യത്തിന്റെ വാതിലാണ് തുറന്നു കൊടുക്കുന്നത്. ഒരാൾ യാചനയുടെ വാതിൽ തുറന്നാൽ അള്ളാഹു തആല ദാരിദ്ര്യത്തിന്റെ വാതിൽ അയാൾക്ക് തുറന്നു കൊടുക്കും. എന്ന് വെച്ചാൽ ഇയാളുടെ മനോഭാവം അതാണ്. അധ്വാനിക്കാതെ പണിയെടുക്കാതെ ജീവിക്കണമെന്ന് ഒരാൾ തീരുമാനിക്കാൻ, എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി യാചിച്ച് ജീവിക്കാൻ അയാൾ തീരുമാനിച്ചാൽ അയാൾക്ക് ഒരിക്കലും സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുകയില്ല. ജീവിതകാലം മുഴുവൻ ഈ യാചനയിൽ അയാൾ ജീവിക്കേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ, ചൂഷണത്തിന്റെ പല രീതികളുണ്ട്. അതിലൊന്നാണ് യാചനയുടെ. മറ്റുള്ളവരുടെ അടുക്കൽ ചെന്ന് പ്രയാസങ്ങൾ, ഉള്ളതും ഇല്ലാത്തതുമായ പ്രയാസങ്ങൾ പറഞ്ഞ് അങ്ങനെ വറ്റിച്ച് ജീവിക്കാൻ ഒരാൾ വിചാരിച്ചാൽ അയാളുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെയായി പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറ്റൊരു വചനം നമുക്ക് ഇങ്ങനെ കാണാം, ഒരാള് ഒരു കള്ളമായ വാദം ഉന്നയിക്കാൻ, അനർഹമായ ഒന്ന് വാദിച്ച് ജയിച്ച് നേടാൻ ശ്രമിക്കാൻ, എന്നാൽ അതിലൂടെ സമ്പത്ത് കൂടുതലായിട്ടുണ്ടാക്കാൻ അന്യായമായ വാദങ്ങൾ ഉന്നയിച്ച് ആ വാദം ഏതെങ്കിലും രീതിയിൽ ജയിപ്പിച്ചെടുത്ത് അതിലൂടെ സമ്പത്തുണ്ടാക്കാൻ ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ ലം യസിദില്ലാഹു ഇല്ലാ ഖില്ല, അവൻ ദാരിദ്ര്യത്തിലേക്കേ പോകുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജനങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ അള്ളാഹു അവന്റെ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം ദാരിദ്ര്യത്തിൻ്റെതായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മൻ വലമ മിനൽ അർദി ശൈഅൻ തവഖഹു അല്ലാഹു മിൻ സബഇ അർദി, ആരെങ്കിലും അന്യായമായ ഭൂമി അപഹരിച്ചെടുത്താൽ അല്ലാഹു തആല ഖിയാമത്തിന്റെ ദിവസത്തിൽ അത് ആ ഒരു ഭൂമി അന്യായമായി അവൻ എന്താണോ സമ്പാദിച്ചുണ്ടാക്കിയത് അത് കഴുത്തിൽ അണിഞ്ഞുകൊണ്ടായിരിക്കും ജനങ്ങളുടെ ഇടയിൽ അവൻ പരലോകത്ത് വരേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് അവന്റെ സമൂഹത്തിന്റെ ലോകരുടെ മുഴുവൻ മുമ്പിൽ പ്രകടിപ്പിക്കപ്പെടുന്ന രീതിയിലായിരിക്കും. അത്ര നാണം കെട്ടായിരിക്കും അവന്റെ പരലോകത്തേക്കുള്ള യാത്ര എന്നാണ് ആ വചനത്തിന്റെ താല്പര്യം. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനത്തിന്റെ ആശയവും അങ്ങനെ തന്നെയാണ്. ഇന്നല്ലാഹ യുഅദ്ദിബുൽ ലദീന യുഅദ്ദിബൂന അന്നാസ ഫിദ്ദുനിയ, ദുനിയാവിൽ ജനങ്ങളെ ഏത് രീതിയിൽ ഒരു മനുഷ്യൻ ഉപദ്രവിക്കുന്നോ, പ്രയാസപ്പെടുത്തുന്നോ, കഷ്ടപ്പെടുത്തുന്നോ, അതേ നിലയിൽ തന്നെ പരലോകത്ത് അള്ളാഹുവിന്റെ സമീപനം അവനോടുണ്ടാകും എന്നാണ് ഈ വാക്കുകളുടെ ആകെ ചുരുക്കമായി നാം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഫ അദാക അനിന്നാസ്, നീ ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം. അങ്ങനെ ഉപദ്രവിക്കാതിരിക്കുന്നത് പോലും സദഖയാണ്. ഫഇന്നഹാ സദഖത്തുൻ, അതും ഒരു സദഖയാണ്. ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ കഴിയുമെങ്കിൽ അതും സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇതിന്റെ ഒരു മറുവശം, ഉപദ്രവത്തിന് ഉപദ്രവം ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. നാം എങ്ങനെയാണോ ജനങ്ങളെ ഉപദ്രവിച്ചത് അതേ പ്രയാസങ്ങൾ ദുനിയാവിലോ ആഖിറത്തിലോ അനുഭവിക്കേണ്ടതായി വരും. ഇനി നാം എങ്ങനെയാണോ ജനങ്ങൾക്ക് ആശ്വാസം നൽകിയത് അതേ ആശ്വാസം അല്ലാഹു തആല നമുക്ക് തരികയും ചെയ്യും. നാം എങ്ങനെയാണോ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തത് അത് തന്നെ അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യും. അയ്യുമാ മുഅ്മിനിൻ അത്അമ മുഅ്മിനൻ അലാ ജൂഇൻ, ആരെങ്കിലും ഒരാൾക്ക് പട്ടിണി കിടക്കുന്ന വിശക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുത്തു, അത്അമഹുല്ലാഹു യൗമൽ ഖിയാമത്തി മിൻ സിമാരിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം അല്ലാഹു അയാൾക്ക് നൽകും. അയ്യുമാ മുഅ്മിൻ സഖാ മുഅ്മിനൻ അലാ ലമഇൻ, ഒരു മുസ്ലിമിന് ദാഹിച്ചു നിൽക്കുമ്പോൾ കുടിക്കാൻ കൊടുത്താൽ
സഖാഹുല്ലാഹു യൗമൽ ഖിയാമത്തി മിൻ റഹീഖിൽ മഖ്തൂം, സ്വർഗീയമായ പാനീയം അല്ലാഹു തആലക്ക് നൽകും. അയ്യുമാ മുഅ്മിനൻ കസാ മുഅ്മിനൻ, ആരെങ്കിലും ഒരു മുഅ്മിന് ഉടുക്കാൻ കൊടുത്താൽ അല്ലാഹു തആല സ്വർഗീയമായ വസ്ത്രം അവന് ഉടുപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിഹി നഫസ അല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു മുഅ്മിന് ഒരു പ്രയാസം മാറ്റി കൊടുത്താൽ അല്ലാഹു തആല ഖിയാമത്തിന്റെ പ്രയാസങ്ങൾ അവന് മാറ്റി കൊടുക്കും. വമൻ സതറ മുഅ്മിനൻ ഔറതഹു സതറ അല്ലാഹു ഔറത. ആരെങ്കിലും ഒരു ഒരാളുടെ ന്യൂനത, പോരായ്മയെ കുറിച്ച് കേട്ടു, അത് ആരോടും പറയാതെ മറച്ചു വെച്ചു, ആരോടും പറഞ്ഞില്ല. എന്നാൽ പരലോകത്ത് ഇവന്റെ പോരായ്മകളും ന്യൂനതകളും എല്ലാം അല്ലാഹു തആല മറച്ചു വെക്കും, ഈ ലോകത്ത് തന്നെ മറച്ചു വെക്കും. മറ്റൊരാളുടെ അഭിമാനത്തിന് ഞാനായിട്ട് ക്ഷതമുണ്ടാക്കണ്ട എന്ന് വിചാരിക്കുമ്പോൾ നമ്മളുടെ അഭിമാനത്തെയും അല്ലാഹു സംരക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മൻ ഫറജ അൻ മുഅ്മിനിൻ ഖുർബതൻ ഫറജല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരാളുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുത്താൽ അല്ലാഹു അവന്റെ പ്രയാസം മാറ്റി കൊടുക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാല സമൂഹത്തിൽപ്പെട്ട ഒരു നല്ല മനുഷ്യന്റെ ചരിത്രം പറയുന്നുണ്ട്. ആ മനുഷ്യൻ നല്ലൊരു കച്ചവടക്കാരനായിരുന്നു. സാധുക്കളായ ആൾക്കാർ വന്നാൽ ആ സാധുക്കൾക്ക് അദ്ദേഹം ഇളവ് ചെയ്തു കൊടുക്കുമായിരുന്നു. സമ്പന്നരായ ആൾക്കാർ വന്നാൽ അവധിയും നീട്ടിക്കൊടുക്കുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് വന്നാലും മതി, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സമ്പന്നർക്ക് ആശ്വാസം കൊടുക്കും, അവധി നീട്ടിക്കൊടുക്കും. സാധുക്കൾക്കാണെങ്കിൽ ഇളവും ചെയ്തു കൊടുക്കും. ആ മനുഷ്യനെ അല്ലാഹു തആല പരലോകത്ത് സ്വീകരിക്കുക അള്ളാഹുവിന്റെ ഭാഗത്തുള്ള അതേപോലുള്ള വിട്ടുവീഴ്ചയോടുകൂടിയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ധാരാളം ഹദീസുകൾ നമുക്ക് ഈ അർത്ഥത്തിൽ കാണാം. വിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നാം ഒന്നായി നമ്മുടെ മനസ്സും നമ്മുടെ കർമ്മങ്ങളും എല്ലാം പാകപ്പെടേണ്ടുന്ന സന്ദർഭമാണ്. അടിസ്ഥാനപരമായി പാകപ്പെടേണ്ടത് നമ്മുടെ മനസ്സാണ്. മനസ്സൊന്നാമതായി മാറണം, നമ്മുടെ മനോഭാവങ്ങൾ മാറണം. ആ മനോഭാവത്തിനനുസരിച്ചാണ് നമ്മുടെ കർമ്മങ്ങൾ രൂപപ്പെടുന്നത്. മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്, മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ധാരണകൾ എന്താണ്, ആ ധാരണക്കനുസരിച്ചാണ് നമ്മൾ അവരോട് പെരുമാറുന്നത്. അപ്പൊ മനസ്സിൽ കിടക്കുന്ന തെറ്റായ ചിന്തകളും ധാരണകളും എല്ലാം എടുത്തു മാറ്റുക, ആ സ്ഥാനത്ത് നല്ലതിനെ സ്ഥാപിക്കുക എന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു തയ്യാറെടുപ്പാണ്, റമദാനിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. എങ്ങനെയാണോ നാം നമ്മുടെ സഹജീവികളോട് പെരുമാറുന്നത്, നമ്മളുമായി വ്യാപാര ബന്ധങ്ങളുള്ളവര്, നമ്മളുമായി അയൽപക്ക ബന്ധമുള്ളവര്, അതല്ലാത്ത കുടുംബ ബന്ധമുള്ളവര്, ഇങ്ങനെ പല രീതിയിൽ കൂടി നാമുമായി ബന്ധമുള്ള അനേകം മനുഷ്യരുടെ നടുവിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അത്തരക്കാരോടുള്ള നമ്മുടെ സമീപനം എന്താണ്? ആ സമീപനം വളരെ അടിസ്ഥാനപരമാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും നമ്മളോടുള്ള സമീപനം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വളരെ കൃത്യമായി ഒരുപാട് ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഇതെല്ലാം സത്യത്തിൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന വചനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നാണ് നാം ആഗ്രഹിക്കുക. ജീവിതത്തിൽ വീഴ്ചകൾ ഒരുപാട് സംഭവിച്ചു പോയ മനുഷ്യൻ, അബദ്ധങ്ങൾ ഒരുപാട് സംഭവിച്ചു പോയ മനുഷ്യൻ, ഈ അബദ്ധങ്ങളുടെയും വീഴ്ചകളുടെയും മാറാപ്പും പേറിക്കൊണ്ടാണ് നാം റബ്ബിന്റെ അടുക്കലേക്ക് യാത്രയാകേണ്ടത്. ആ സമയത്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യത്തിന്റെ പെരുമാറ്റവും സമീപനവും നമ്മളോടുണ്ടായില്ല എങ്കിൽ നമ്മളുടെ അവസ്ഥ പരലോകത്തിലെ വലിയ നഷ്ടത്തിലേക്കായിരിക്കും ചെന്ന് വീഴുക. അപ്പൊ നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം, മറ്റുള്ളവരോട് ഏറ്റവും നല്ല സമീപനം പുലർത്താൻ നമുക്ക് കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കച്ചവടക്കാരനെ ഉപമിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, കച്ചവടം ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന മനുഷ്യൻ, സാധുക്കൾക്ക് ഇളവ് ചെയ്തു കൊടുക്കുന്ന മനുഷ്യൻ, സമ്പന്നരാണെങ്കിലും ചിലപ്പോൾ അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും, അങ്ങനെയുള്ളവർക്ക് ആശ്വാസം ചെയ്തു കൊടുക്കുന്ന മനുഷ്യർ, അങ്ങനെയുള്ളവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ആശ്വാസത്തിന്റെ പെരുമാറ്റം പെരുമാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം അടക്കം നമ്മുടെ മുമ്പിൽ വെച്ചുതരാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് പാകപ്പെടുക റമദാനിന് വേണ്ടി, അതനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളും പാകപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നല്ല വിചാരങ്ങളും നല്ല ചിന്തകളും വെച്ചു പുലർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
പരലോകത്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും അനുകൂലമായ സമീപനം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ.